ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അമ്മച്ചിയുടെ ഒരു അടിപൊളി ഇഞ്ചിക്കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒരല്പം വെള്ളം ഒഴിച്ച് വയ്ക്കാം. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഇഞ്ചി. ഇതിനെ നമുക്കൊന്ന് ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ വൃത്തിയാക്കിയ നമ്മുടെ ഇഞ്ചിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് വേണേൽ അരിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗ്രൈൻഡർ ഉപയോഗിച്ച് അതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണ്. അപ്പം നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത ഇഞ്ചിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടാനായിട്ട് ഒരല്പം പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവിന് മാറ്റം വരുത്തണം. പിന്നെ ഒരു സോസ് പാനിനകത്തേക്ക് ഒരു 3 കട്ട ശർക്കര നമ്മൾ അലിയിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. ഈ കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഒരു 2 കഷ്ണം കായ ഇട്ട് കൊടുത്തു. ആ കായ ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇത് രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ, ഒരല്പം മഞ്ഞൾ പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് രണ്ടും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളൊക്കെ ഒന്ന് മൂക്കണ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പൊടികളൊക്കെ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ ശർക്കരപ്പാനി. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അതിൻ്റെ അളവൊന്ന് ക്രമീകരിക്കുക. ആ ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അവസാനം എണ്ണ തെളിയണ വരെ നിങ്ങളതൊന്ന് തീയിൽ വെച്ചൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിവിടെ കാണാൻ പോവാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. താങ്ക് യു.